എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് തോന്നിയിട്ടേ ഇല്ല. പിന്നെ എന്തായിരിക്കും ഇതിന് പിന്നിലെ കാരണം? അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണല്ലോ. അതോ ഇനി ഇതെല്ലാം അവന്റെ അഭിനയമാണോ? എന്തിനാണ് ധനുഷ് അവന്തിയേട്ടത്തിക്ക് കൈ കൊടുത്തത്? ഇനിയും അവൻ തന്നെ ആയിരിക്കും ഇതിനെല്ലാം പിന്നിൽ. ധനുഷിനെയും അവന്തിയേട്ടത്തെയും പലയിടങ്ങളിൽ വെച്ച് പല സമയത്ത് ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. ധനുഷും സ്നേഹയും തമ്മിൽ നല്ല അടുപ്പത്തിലായിരിക്കുമ്പോൾ തന്നെ അവൻ ഏട്ടത്തേക്ക് കൈ കൊടുക്കുന്നു. പക്ഷേ ഏട്ടത്തി അവനെ ഭീഷണിപ്പെടുത്തുന്നത് പോലെയാണല്ലോ എനിക്ക് തോന്നിയത്. അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചകളെല്ലാം ദുരൂഹമാണ്. ധനുഷിന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. എല്ലാം ഞാൻ പിന്നീട് പറയാം. ഇതിന് പിന്നിലെ കാരണം എന്തായാലും അത് കണ്ടുപിടിക്കണം. അവരുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകാൻ അത് വളരെ അത്യാവശ്യമാണ്. താനെന്താ വലിയ ഗൗരവത്തിലാണല്ലോ. എന്തെത്ര വലിയ ആലോചന? കാര്യം കുറച്ച് ഗൗരവമുള്ളതാ. എന്താ അത്രയ്ക്ക് ഗൗരവമുള്ളൊരു മാറ്റർ? പറയാം. അത് സച്ചേട്ടനും കൂടി അറിയേണ്ട കാര്യം. ധനുഷും സ്നേഹയും ഇതുവരെ അവരുടെ ജീവിതം തുടങ്ങിയിട്ടില്ല. അവര് തമ്മില് ഇതുവരെ ഒരു ഫിസിക്കൽ റിലേഷൻ ഉണ്ടായിട്ടില്ല. താൻ പറഞ്ഞു ശരിയായിരിക്കാം. പക്ഷേ എന്തിനൊരു കാരണം വേണമല്ലോ. കാരണമില്ലാത്ത ഒന്നും ഈ ഭൂമിയിൽ സംഭവിക്കുന്നില്ല. രാത്രിയായാലും പകലായാലും ഒരു ഇല അടർന്നു വീണാലും അപ്രതീക്ഷിതമായി ഒരു കാറ്റടിച്ചാൽ പോലും ഈ ഭൂമിയിൽ അതിനൊരു കാരണം ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിനൊരു കാരണം ഉണ്ടാവും. അതുറപ്പാ. സച്ചേട്ടാ, ഇപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്ത്. അന്ന് ധനുഷിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചിറങ്ങിയ സമയത്ത് അവന്റെ ഒരു ഫ്രണ്ടിനെ നമ്മൾ കണ്ടത് ഓർമ്മയുണ്ടോ? അവന്റെ നമ്പർ ഒന്ന് തപ്പിയെടുക്കണം. അവനെ ഒന്നുകൂടി കാണണം. അവന്റെ ഡീറ്റെയിൽസ് ഞാൻ എടുത്തുതരാം. അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. അവര് തമ്മിൽ ഇത്രയും സ്നേഹിച്ചിട്ട് അതിനേക്കാൾ റിസ്ക് എടുത്ത് വിവാഹം കഴിച്ചിട്ട് അവളെ ഇങ്ങനെ അവൻ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ സച്ചേട്ടൻ പറഞ്ഞതുപോലെ അതിന് പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട്. ആ കാരണത്തിലേക്കുള്ള വഴി തുറക്കാൻ അവന്റെ ആ കൂട്ടുകാരന് കഴിയും.